ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാലട പായസമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ അട എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് അടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കാഷ്യൂ നട്ട്സ്, റൈസൻസ്, ഒരു സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്, ഏലക്ക പൊടിച്ചതെടുത്തിട്ടുണ്ട്, പഞ്ചസാര, കണ്ടൻസ്ഡ് മിൽക്ക്, പാല്, 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കാദ്യം അടയൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് പായസം ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് അതിൽ അടയൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ടാണ് ഈ അട വേവിച്ചെടുക്കാൻ പോകുന്നത്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ച് വരുന്നുണ്ട്, കുറച്ചുകൂടി വേവാനുണ്ട്. നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ അട ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കുമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് കട്ട പിടിക്കാതെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അട കട്ട പിടിക്കും. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കാഷ്യൂ നട്ട്സും റൈസിൻസും ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിട്ട് ഇതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ആദ്യം കാഷ്യൂ നട്ട്സ് ഇട്ട് അതൊന്ന് വറുത്തെടുക്കാം. അധികം കരിഞ്ഞു പോകരുത്. ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് മാറ്റാം. നമ്മുടെ കാഷ്യൂ നട്ട്സ് ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസൻസും കൂടി വറുത്തെടുക്കാം.
നമുക്ക് കാഷ്യൂവും റൈസിൻസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനതിൽ വറുത്ത നെയ്യോട് കൂടി തന്നെയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമ്മുടെ പാലട പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.